ഈ കാണുന്നതാണ് ഞങ്ങളുടെ സിറ്റി. ഞങ്ങളുടെ സിറ്റിയിലുള്ള ചെടികളും മരങ്ങളൊക്കെയാണ് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ ഇല്ലേ, അതിൻ്റെ തലയ്ക്ക് കട്ടി ഇത് സമ്മറിന് വേണ്ടി പരിപാടികളൊക്കെ ചെയ്യുന്ന ടീമുകളാണ് ഇവർ. ഇവിടെ നമുക്ക് കാണാൻ വേണമെങ്കിൽ ഈ ചെടിയുടെ തലയ്ക്ക് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോണ സമ്മറിൽ ഇവർ അടിച്ചു പൊളിച്ച് വളർന്നു വരും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വീഡിയോ സ്റ്റക്കാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പഴയ റൂംമേറ്റിനെ കണ്ടു. അപ്പോൾ അവനൊക്കെ ആയിട്ട് കുശലം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് പല്ലുവേദനയൊക്കെ ആയിട്ട് പല്ല് ഡോക്ടറെ കാണിക്കാൻ പോയി. തിരിച്ച് വരുന്ന വഴിയിലാണ് അവനെ കണ്ടത്. അപ്പോൾ അവൻ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. സമ്മറൊക്കെ അതിൻ്റെ ചെറിയൊരു ലക്ഷണങ്ങളാണ് കാണുന്നത്. ആദ്യം നിങ്ങൾക്ക് എൻ്റെ ഷാഡോ കാണാം, പിന്നെ ഇവിടെ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്തിരഞ്ഞ് നിൽക്കുന്നതും കാണാം. നിങ്ങൾക്കൊരു താറാവ് കുഞ്ഞിനെ കാണാം. ഒരുപാട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന 3-4 കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. വാട്ടവർ. ഇപ്പോൾ ഇവിടെ എന്താ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ അല്ലേ, അവർ പെയിൻ്റ് അടിക്കലും പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നു പോകണം. കണ്ടോ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ പെയിൻറ്റ് ചെയ്യലും പരിപാടികളൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സൈക്കിളിൻ്റെ പാറ്റേൺ തന്നെയാണ് അവിടെ വെച്ചേക്കണേ. സൈക്കിൾ അവിടെ പാർക്ക് ചെയ്യണം എന്നാണ് അവിടെ കാണിച്ചേക്കണേ. പിന്നെ ഈ കാണുന്ന ട്രാക്കില്ലേ, ലൈക്ക് സൈക്കിളിൻ്റെ ഒരു ഇതായിട്ടുള്ള ട്രാക്ക്, അതോടെ ബൈക്കുകാർക്കും പോകാമെന്ന് ഈ അപ്പാപ്പനും അമ്മാമ്മയും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രൂവ് ചെയ്തു. പിന്നെ സിഗ്നൽ വന്നാൽ നിർത്തണമെന്ന് ഇവർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ കഴിഞ്ഞാൽ പോകണമെന്നും അവർ പഠിപ്പിച്ചിരിക്കുകയാണ്. കയറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറണം, ഇറക്കം വന്നു കഴിഞ്ഞാൽ ഇറങ്ങണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ സ്പോട്ടിന് വേറെ പ്രത്യേകത ഉണ്ട്. ഐ വിൽ ഷോ യു. 1, 2, 3. എൻ്റെ ഈ സ്ട്രീറ്റ്സിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2-3 ദിവസമായിട്ട് എൻ്റെ ജാക്കറ്റ് കാണാണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായ ജാക്കറ്റ് ഇവിടെ ആരോ ഇട്ട് പോയിട്ടുണ്ട്. താങ്ക് യു ബ്രോ. എൻ്റെ ജാക്കറ്റ് ഇവിടെ ഹെൽപ്പിക്കാൻ കാണിച്ച ആ തിരുമനസിനെ ഞാൻ നന്ദിയോടെ എടുത്തു വെച്ച ആ വ്യക്തിയെ ഞാൻ ഓർക്കുന്നു, സ്മരിക്കുന്നു. നാൾക്ക് വേണ്ടി ഞാൻ നന്ദി വീണ്ടും പറയുന്നു. ഇത് കണ്ടിട്ട് എടുക്കാതെ ഇരുന്ന വേറെ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇത് അത്ഭുതം, എന്ത് പറയുക, എൻ്റെ ഒരു കാര്യങ്ങൾ